ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല കണ്ടൻറ്റുകളും ഇല്ല, അതുപോലെ തന്നെ സമയം കിട്ടണില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ എച്ചിലൊരു അണ്ടർബെല്ലി നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അണ്ടർബെല്ലി അപ്പാച്ചയുടെ അണ്ടർബെല്ലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് 3 ക്ലാമ്പ് ആവശ്യമുണ്ട്. അപ്പോൾ 2 ക്ലാമ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് നമ്മൾ വണ്ടിയിൽ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഈ വണ്ടിയിൽ തന്നെ അണ്ടർബെല്ലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആ ക്ലാമ്പ് ഊരാൻ പോയില്ല. അപ്പോൾ ഇതാണ് ഒരു ക്ലാമ്പ്. അത് അണ്ടർബെല്ലിയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്യണത് വണ്ടിയുടെ എഞ്ചിൻ ഫൗണ്ടേഷനെ കൂട്ടിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ക്ലാമ്പ് നേരെ ഇരിക്കുന്ന ക്ലാമ്പാണ്. നമുക്ക് പറ്റിയ രീതിയിൽ അടിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളത് എഞ്ചിൻ ഫൗണ്ടേഷനിലേക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. നമ്മൾ ഈ ക്ലാമ്പ് ഇപ്പം തന്നെ ടൈറ്റ് ചെയ്യണമെന്നില്ല. അത് അണ്ടർബെല്ലി നമ്മൾ കയറ്റാൻ നേരത്ത് കറക്റ്റ് പൊസിഷൻ നോക്കി ടൈറ്റ് ചെയ്ത് വെച്ചാലും മതിയായിരിക്കും. അതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. ഇതാണ് അപ്പോൾ നമ്മുടെ 3ാമത്തെ ക്ലാമ്പ്. ഈ ക്ലാമ്പ് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ കവറിൻ്റെ ഒരു ബോൾട്ട് ഊരി ആ ബോൾട്ടിലേക്കാണ് നമ്മൾ ഈ ക്ലാമ്പ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാച്ചയുടെ അണ്ടർബെല്ലി. നമ്മളപ്പോൾ അത് കറക്റ്റ് ഒന്ന് അണ്ടർബെല്ലി ഒന്ന് കയറ്റി വെച്ച് പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മുടെ ക്ലാമ്പൊക്കെ ഒന്ന് മുറുക്കാൻ. അപ്പോൾ കേസ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ക്ലാമ്പ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അണ്ടർബെല്ലി കയറ്റി സെറ്റ് ചെയ്യാം. കേസ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ നട്ട് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കിത്തെ 2 കൂടി മുറിക്കിയാൽ മതി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 8ൻ്റെ നട്ട് ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ ക്ലാമ്പ് എഞ്ചിൻ ഫൗണ്ടേഷൻ വെച്ചേക്കുന്ന ക്ലാമ്പ് ഒന്ന് കറക്റ്റ് പൊസിഷൻ നോക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെയും കൂടി നമുക്ക് നട്ട് ബോൾട്ട് ഇട്ട് മുറിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒരു എല്ലെങ്കിൽ ബോൾട്ടാണ്. എല്ലെങ്കിൽ ബോൾട്ട് തന്നെ വേണമെന്നില്ല. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ വെച്ച് പണി ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ബോൾട്ട് എടുത്ത് തന്നെ വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ 10 നട്ട് ബോൾട്ട് ആണെങ്കിലും മതി, അത് കുഴപ്പമുള്ള കേസല്ല. കേസ് അപ്പോൾ നമ്മുടെ അണ്ടർബെല്ലിയൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതൊക്കെയാണ്, ഇങ്ങനൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വണ്ടി ഒന്ന് വെളിയിലേക്ക് ഇറക്കിയുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക്. അണ്ടർബെല്ലി സെയിം കളർ നമുക്ക് കിട്ടിയതല്ല, നമ്മൾ സ്പ്രേ പെയിൻറ്റ് മേടിച്ചടിച്ചെടുത്തതാണ്. അപ്പോൾ സംഭവം എന്തായാലും നല്ല അടിപൊളി ലുക്കാണ്. അണ്ടർബെല്ലി വന്നപ്പോഴത്തേന് വണ്ടിയുടെ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് നമസ്കാരം, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.